ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു, വണ്ടിയൊക്കെ ഇവിടെ നിർത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രെക്കിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആഴുണ്ടെന്ന് ഒരു ഡൗട്ട് ഉണ്ട്, എനിക്ക് പേടിയുണ്ട്. പക്ഷെ താർത്തുണ്ട്, തടയ്ക്കാനൊക്കെ ഉണ്ട്. താർത്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പോകാനുള്ള പ്ലാനിലാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങനെ നല്ലൊരു സ്ഥലവും റൂമും ഒക്കെ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്ത് പോകണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3 മണി 3:30 ആയിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നല്ല വെയിലും ഉണ്ട്. ഫുഡും കഴിക്കണം. ലൈബോടെ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറി പോകാനുള്ള ഒരു പ്ലാനിലാണ്. അതിനിടയിൽ താക്കോലോ എന്തോ മറന്നു വെച്ചിട്ട് അത് എടുക്കാനും കൂടെ പോയായിരുന്നു. അതിനുശേഷം ഞങ്ങളങ്ങനെ തിരിച്ച് പോവുകയാണ്. തിരിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോവുകയാണ്. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അവൾ ഹൈ കാണിക്കുന്നത് ആദ്യമായിട്ടാട്ടോ ഇവളിങ്ങനെ ഒരു വീഡിയോയിലൊക്കെ വരുന്നത്. ഞാനും അതിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മളെ കാണിക്കുന്നതിനേക്കാളും ഫ്രണ്ട്സിനൊക്കെ കൂടെ കാണിച്ച് വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണല്ലോ. ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേരെ ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ച് കിട്ടുന്നത് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ പോലും കിട്ടിയൊരു ഷോപ്പിൽ നിർത്തി എന്തെങ്കിലും കുട്ടികൾക്ക് കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഫുഡുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. കയറി ഇരുന്ന് കഴിക്കാൻ ഒരു നിവർത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടൈമും കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് പാർസലായിട്ട് മേടിക്കാം. പാർസൽ ചെയ്ത് മേടിച്ചിട്ട് ഞങ്ങൾക്ക് പോണ വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ലീബ എനിക്ക് അത് വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞൊരോന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് വിശപ്പ് ഒതുക്കാനോ അല്ലെങ്കിൽ വയറിന് കുറച്ച് തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കും.
നേരെ താഴേക്ക് എടുക്കും. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വിഷ്വൽസ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ലാഗ് ആവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു മെമ്മറി ആയിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം വിഷ്വൽസൊക്കെ ആഡ് ചെയ്തിട്ട് എടുക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്, അടിപൊളി. ട്രക്കിംഗ് എക്സ്പീരിയൻസ് പറയേ വേണ്ട, അത്രയും നൈസായിരുന്നു. 2-2.5 മണിക്കൂർ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നല്ല നല്ല സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ആ ഓരോരോ നല്ല നല്ല സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റീൽസ് എടുത്തിട്ടുണ്ട്. ആ റീൽസൊക്കെ തന്നെയും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ആ ഇൻസ്റ്റഗ്രാം ID വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഉമ്മീസ് നാച്ചുറൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ എല്ലാവരും പേഴ്സണൽ IDയും കാണാൻ പറ്റും. അപ്പോൾ നല്ല നല്ല വിഷ്വൽസൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. എന്നാലും മാക്സിമം ഒരു 10-15 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. ഒരുപാട് വിഷ്വൽസ് ചുരുക്കിയിട്ടുണ്ടെങ്കിലും ഒത്തിരി വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുമുണ്ട്. രസമാണ്. എനിക്ക് തന്നെ കാണാൻ നല്ല രസം തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത്. ഈ റോഡും ഈ ഭാഗത്തെ ഇങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ഇത് ആ സ്ഥലമാണ് ഈ സ്ഥലമാണെന്നൊന്നും പറയാൻ അറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ചോദിക്കണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പിടിച്ചിരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുമ്പോൾ കുട്ടികളുണ്ടല്ലോ, 3 കുഞ്ഞു വാവകളും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ. ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ചെയ്തേക്ക് കേട്ടോ. പിന്നെ ഉമ്മീസ് നാച്ചുറൽസിൻ്റെ കുറേ വീഡിയോസ് നമ്മളിതിന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മളുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ വീഡിയോസ് എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊരു ഏരിയ കിട്ടി. ഞാൻ നേരത്തെ ഫുഡ് മേടിച്ചില്ലായിരുന്നു, പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ കഴിക്കണം എന്നല്ല, വെള്ളത്തിൽ കളിക്കാൻ എവിടെ സ്ഥലം കിട്ടുമെന്നായിരുന്നു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത്. എന്തായാലും എവിടെയെങ്കിലും ഇരുന്നിട്ട് ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ വണ്ടി ഓടിച്ച ചേട്ടനെ കൊണ്ടാട്ടോ വീഡിയോ എടുപ്പിച്ചത്. അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളച്ചാട്ടവും അതുപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുഞ്ഞിങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന അരുവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ള ഇതിലാട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഈ പറയുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ ഇടയ്ക്ക് വയനാട് പോയപ്പോൾ ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. കാര്യം ഭയങ്കര സ്പീഡായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്തായിരുന്നു. 2-2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ഞങ്ങൾ വണ്ടിയിൽ തന്നെയായിരുന്നു. ഒരുപാട് മലയുടെ മുകളിലേക്ക് പോകലും ഒരുപാട് കുത്തനെ താഴോട്ട് വരലും ഒരുപാട് ഹൈറ്റിലേക്ക് പോകലും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഈ കുഞ്ഞുവാവകൾക്കൊക്കെ ഒരു പരാതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എപ്പോഴാണ് ഇനി വെള്ളച്ചാട്ടത്തിൽ കളിക്കുക, എവിടെയാണ് വെള്ളച്ചാട്ടം, ഞങ്ങളെ കൊണ്ടുപോവില്ലേ, പറ്റിക്കാണോ, അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ പോകുമ്പോഴായിരുന്നു, അതായത് എവിടെയെങ്കിലും ഇതുണ്ടോയെന്ന് ഞങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കുട്ടികൾക്ക് കളിക്കണം, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. പോയിക്കോ.
രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 2 കുട്ടികളും 2 വാപ്പാരും നിന്നിട്ട് നല്ല രീതിയിൽ അവിടെ ഒക്കെ കളിക്കലായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ നനഞ്ഞു കുതിർന്ന് കളിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുട്ടികളൊക്കെ കൂടുതലായിട്ട് നനഞ്ഞ പോലെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. വേറെയും ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കെന്താണെന്നറിയില്ല, വെള്ളം ഭയങ്കര പേടിയായിരുന്നു. ഇവർ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഇവർ കയറി വന്നു. കയറി വരുന്ന സ്ഥലം നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ കല്ലുകളും പാറക്കുണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒരു കുത്തനെയുള്ള സ്റ്റെപ്പല്ല, ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ച ഒരു സ്ഥലമായിരുന്നു. കുട്ടികളെ കൈപിടിച്ചൊക്കെ കയറ്റി രണ്ടുപേരും കൂടെ അവരെ നല്ല രീതിയിൽ കയറ്റുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാനുള്ള പ്ലാനിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറുതായിരുന്നു ഫുഡ് കഴിച്ചായിരുന്നു, ചെറിയ രീതിയിൽ ടീ പോലെ കുടിച്ചായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മളിനിയിപ്പോൾ കയറി പോകുന്ന വിഷ്വൽസ് കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്ര നേരം ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ വീഡിയോയിലൊന്നും ഞാൻ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഇക്ക വന്നതിന് ശേഷം കയറി പോകാനുള്ളതേ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ബാക്കി വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എടുത്തിട്ട് കാര്യമില്ല, ഈ പോയത് തന്നെയല്ലേ തിരിച്ചു എടുക്കാനുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു ബോറടി ആവാനുള്ളൂ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. ഇനി നാളെ ഞങ്ങളപ്പോൾ തിരിച്ചു പോകും. നാളെ രാവിലെ നേരത്തെ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ നാളെ രാവിലെ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതെടുക്കാം കേട്ടോ. താങ്ക് യു.